ഇസ്രയേൽ ആക്രമണത്തിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഇറാൻ. ഇന്നലെ പുലർച്ചെ ടെഹ്റാനിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ലാരിജാനി കൊല്ലപ്പെട്ടത്. അതിനിടെ ഇസ്രയേലിനെതിരെ പരസ്യ നിലപാടുമായി നാറ്റോ സഖ്യകക്ഷിയായ തുർക്കി രംഗത്തു വന്നു. മേഖലയെ ഇസ്രയേൽ നാശത്തിലേക്ക് നയിക്കുകയാണെന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്പ് എർദോഗന്റെ കുറ്റപ്പെടുത്തൽ. സഖ്യകക്ഷികളുടെ പിന്തുണ ലഭിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 6 പ്രവാസികളുടെ പേര് UAE പുറത്തുവിട്ടു. UAE-യിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹുകൾ വേണ്ടെന്ന് മതകാര്യ മന്ത്രാലയം. ഇറാൻ ആക്രമണങ്ങൾ കണക്കിലെടുത്താണ് നമസ്കാരം പള്ളികളിൽ മാത്രമാക്കാനുള്ള ഉത്തരവ്. വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നൊപ്പം മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും ചേരും. ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, സംഘർഷ സാഹചര്യം അത് പശ്ചിമേഷ്യയിൽ തുടരുകയാണ്. ഈദ് നമസ്കാരങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ നീക്കം. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സംഘർഷ സാഹചര്യത്തെ നേരിടുന്നത്. എന്താണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ? ദിൽന, ഈ ദിവസവും ഈ ഇറാന്റെ ആക്രമണങ്ങൾക്ക് യാതൊരു അയവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. അതിൽ UAE കേന്ദ്രീകരിച്ച് ഇന്നലെ രാത്രി വളരെ വലിയ ആക്രമണം നടന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് 2 തവണ തീവ്രമായിട്ടുള്ള ആക്രമണം നടന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അലേർട്ട് ലഭിച്ചു. ഒപ്പം തന്നെ ആ സമയത്ത് ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ടു. അതൊക്കെയും എന്തായാലും ഒരു നിലയ്ക്ക് മിസൈലുകളോ ഡ്രോണുകളോ ഒന്നും തന്നെ നിലത്തു വീണ് പൊട്ടിയിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായതിന്റെ വിവരങ്ങൾ UAE-യിൽ എവിടെ നിന്നും ലഭിക്കുന്നില്ല. മറിച്ച് ഇതൊക്കെ കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് UAE-യിൽ നിന്ന് പുറത്തു വരുന്നത്. പക്ഷേ രാവിലെ ഉണ്ടായ ആക്രമണം അത് പല കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ ആക്രമണം തന്നെയായിരുന്നു ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷെ അത് കൃത്യമായി തന്നെ പൊളിക്കാൻ, കൃത്യമായി ചെറുക്കാനൊക്കെ തന്നെയും UAE-യുടെ പ്രതിരോധ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നലെ രാവിലെ ഉണ്ടായതോ അല്ലെങ്കിൽ അതിന് തലേ ദിവസം രാവിലെ ഉണ്ടായതുപോലെ അത്ര വലിയ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ ആക്രമണങ്ങൾ അതിന്റെ ഒരു സ്വഭാവം മാറിയിട്ടില്ല എന്നുള്ളത് ഒരു വശത്ത് ആശ്വാസമുള്ള കാര്യമാണ്. ഒപ്പം നാളെയോ മറ്റന്നാളോ ഒക്കെ പെരുന്നാളിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് UAE-ക്കാർ. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെയും ഒമാൻ ഒഴികെ നാളെയോ മറ്റന്നാളോ ഒക്കെ പെരുന്നാളായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അതിനിടയിൽ UAE-യിൽ ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങളൊക്കെയും ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് വിവിധ ഈദ്ഗാഹുകൾ ഒന്നും തന്നെ ഇത്തവണ ഈദ്ഗാഹുകളിൽ നമസ്കാരം വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ നമസ്കാരം വേണ്ട, മറിച്ച് പള്ളിക്കുള്ളിൽ മാത്രം നമസ്കാരം ഒതുക്കുക എന്നുള്ള ഒരു സുപ്രധാന തീരുമാനം മതകാര്യ മന്ത്രാലയം എടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അത്തരത്തിൽ ഈദ്ഗാഹുകൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് നമുക്കറിയാം, പല ഘട്ടത്തിൽ രാവിലെയാണ് പ്രധാനമായിട്ടും നമസ്കാരം നടക്കുക. പുലർച്ചെ രാവിലെയുള്ള നമസ്കാരത്തിന് ശേഷം തന്നെ ഈദ് നമസ്കാരം തുടങ്ങും. അപ്പോൾ ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അതിലൊരു തരത്തിൽ സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് UAE വന്നിട്ടുള്ളത്. ഏതാണ്ട് മറ്റ് രാഷ്ട്രങ്ങൾ ഈ ഈദുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേകമായിട്ടുള്ള നിയന്ത്രണം ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ല. ഇന്ന് വൈകിട്ടോടുകൂടിയൊക്കെ ആകും ഈ പിറ കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുമൊക്കെ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായേക്കാമെന്നാണ് കരുതുന്നത്, വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ UAE-യെ സംബന്ധിച്ചിടത്തോളം ആക്രമണം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇനി കുവൈറ്റിലേക്ക് വരികയാണെങ്കിൽ കുവൈറ്റിൽ ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 35 മിനിറ്റ് മുൻപ് മാത്രം അവിടെ സൈറൻ മുഴങ്ങി അവിടെ ഒരു ആക്രമണം ചെറുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട്. ആ നിലയിലേക്ക് ഈ കുവൈറ്റിലെ കാര്യങ്ങൾ മാറി. ഒപ്പം തന്നെ നേരത്തെ തന്നെ അവിടെ ഈ പൊതു ഇടങ്ങളിൽ വലിയ പരിപാടികൾ നടത്തുന്നതിനൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഈ പെരുന്നാൾ മുൻനിർത്തി തന്നെയാണ് ആ നിയന്ത്രണം ഒന്നുകൂടി പുതുക്കിയിട്ടുണ്ട്. കല്യാണങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ കൂട്ടം എത്തുന്ന സ്ഥലങ്ങൾ, ആളുകൾ ഒരുപാട് ഒരുമിച്ച് കൂടുന്ന കൂട്ടങ്ങളൊക്കെയും അത്തരത്തിലുള്ള ഒത്തുചേരലുകളൊക്കെയും ഒഴിവാക്കണം എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ ഒന്നുകൂടി അറിയിപ്പ് പുതുക്കിയിരിക്കുകയാണ്. ആ നിലയിൽ കുവൈറ്റിലെ കാര്യങ്ങൾ മാറുന്നു. എന്തായാലും ബഹ്റൈനിൽ രാവിലെ ഇത്തരത്തിൽ അപായ സൈറനുകളൊന്നും മുഴങ്ങിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ല. കഴിഞ്ഞ 2 ദിവസവും അത്തരത്തിലായിരുന്നു. ബഹ്റൈനിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായ അത്ര തീവ്രമായിട്ടുള്ള ആക്രമണം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് ബഹ്റൈനിൽ നിന്ന് വരുന്നത്. സൗദിയിൽ നിന്ന് പതിവ് പോലെ ആക്രമണത്തിന്റെ വിവരങ്ങൾ വരുന്നുണ്ട്. അത്
സൗദിയിലേക്ക് 13 ഡ്രോണുകളാണ് രാവിലെ അത്തരത്തിൽ ആക്രമണമുണ്ടായി അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം ഒക്കെയും അറിയിക്കുന്നു. ഈ സൗദി ഒരു കീ പോയിന്റ് ആണ്. ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പിറ കാണുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയും അറിയിപ്പ് വരുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, ഒരു കീ പോയിന്റ് സൗദി അറേബ്യയാണ്, ഒപ്പം തന്നെ UAE ആണ്. അപ്പോൾ ഇതൊക്കെയും ഇന്ന് വൈകിട്ട് പിറ കാണാനുള്ള സജ്ജീകരണങ്ങളൊക്കെയും ഈ രാഷ്ട്രങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം കൂടി, അതിനെ ചെറുക്കുക കൂടി, ആ ഒരു സാഹചര്യം കൂടി നേരിടേണ്ടി വരുന്നത്. എന്തായാലും മറ്റു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾക്ക് UAEയുടെ പിന്തുണ ഉണ്ടാകും എന്ന് UAE ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് UAEയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും അതിനോട് ഏത് തരത്തിലാകും ഈ മറ്റ് രാഷ്ട്രങ്ങൾ പ്രതികരിക്കുക എന്നുള്ളതും പ്രധാനമായിരിക്കും. ഈ UAE പ്രസിഡന്റിന്റെ ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ് ആണ് ഓൺലൈനായി നടന്നൊരു ചർച്ചയിൽ UAEയുടെ നയം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് അതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് US നടത്തുന്ന പരിശ്രമങ്ങൾക്കെല്ലാം UAE പങ്കാളിയാകും എന്നുള്ളൊരു ഉറപ്പ് അൻവർ ഗർഗാഷ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇറാനുമായി UAE ഇപ്പോൾ ചർച്ച നടത്തുന്നില്ല എന്നുള്ളൊരു തുറന്ന പ്രഖ്യാപനം കൂടി, അതൊരു വ്യക്തമാക്കൽ കൂടി UAE നടത്തിയിരിക്കുകയാണ്. ആ നിലയ്ക്ക് രാഷ്ട്രീയമായും ഒപ്പം തന്നെ ഇത്തരത്തിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലുമൊക്കെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഉണ്ടായി വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.